പ്രമേഹമുള്ള ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷവസ്തു, ഒരു ടോക്സിക് കോമ്പൗണ്ടിനെ കുറിച്ചും ഇതിന് ആയുർവേദത്തിലുള്ള പരിഹാര മാർഗത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ രക്തത്തിലെ പഞ്ചസാര, ഗ്ലൂക്കോസും പ്രോട്ടീനും അതുപോലെ തന്നെ ലിപ്പിഡ്സ്, കൊഴുപ്പ് ഇതെല്ലാം തമ്മിൽ സംയോജിച്ച് കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഒരു ടോക്സിക് കോമ്പൗണ്ട്, ഒരു സ്റ്റിക്കി, ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മളതിനെ ഏജ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. രണ്ട് മൂന്ന് സ്റ്റേജിലായിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. അപ്പൊ ഇത് നോർമലി ഡയബറ്റിക് ഇല്ലാത്ത ആൾക്കാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും. കാരണം അവരുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് കുറവായതുകൊണ്ട്. ഡയബറ്റിക് പേഷ്യൻസിൽ ഷുഗറിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈ ഗ്ലൈക്കേഷൻ കൂടുതലായിട്ട് നടക്കുകയും ഏജിന്റെ അളവ് അവരുടെ ശരീരത്തിൽ കൂടുതലാകും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. ഇത് നമ്മുടെ രക്തക്കുഴലുകളിൽ പറ്റിപ്പിടിക്കും. രക്തക്കുഴലുകളുടെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അത് കട്ടിയാകുന്നതിന് കാരണമാകും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴുന്നതിന് കാരണമാകും. കൊളാജന്റെ ഒരു പ്രൊഡക്ഷനെയൊക്കെ ഇത് കുറച്ച് കളയുന്നതിന് കാരണമാകും. അപ്പൊ ആ രീതിയിൽ പലപ്പോഴും ഡയബറ്റിക് റെറ്റിനോപ്പതി, നമ്മുടെ കണ്ണിനുള്ളിലെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആകുക, കാലിലെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആയിട്ട് തരിപ്പ് മരവലൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് പലപ്പോഴും പോകുന്നതിനൊരു കാരണം ഏജ് ആണ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന് ആയുർവേദത്തില് നമ്മൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യും. പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ചികിത്സയാണ്. നമ്മൾ ജസ്റ്റ് ഒരു എണ്ണ ഇട്ടിട്ട് തിരുമുന്ന മസാജ് അല്ല. പല ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. സ്നേഹപാനം പോലുള്ള ചികിത്സകൾ ഒക്കെ ചെയ്ത്, വിരേചനം പോലുള്ള പഞ്ചകർമ്മ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിക് കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചകർമ്മ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ എന്താണ്, നമുക്ക് ഈ റെറ്റിനോപ്പതിയോ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് റീഓക്കർ ചെയ്യാതെ തടയുന്നതിന് പലപ്പോഴും സാധിക്കാറുണ്ട്. അതാണ് ഈ പഞ്ചകർമ്മ ചികിത്സയുടെ പ്രസക്തി പ്രമേഹ രോഗികളിൽ. ഇതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഈ ഏജ് ആഹാര സാധനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ പ്രൊഡക്റ്റ് നമ്മൾ മീറ്റ്, ഇറച്ചിയൊക്കെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നു, ഗ്രില്ല് ചെയ്യുന്നു, അല്ലെ ബ്രെഡ് നമ്മൾ പൊരിച്ച് കഴിക്കുന്നു. ഇതിലെല്ലാം ഏജ് ഉണ്ടാകും. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.